കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലെ മേൽപ്പാലത്തിന്റെ സർവീസ് റോഡ് ഉണ്ടാക്കുവാൻ 3 മീറ്റർ ആഴത്തിൽ കുഴിച്ചതോടെ നിരവധി സ്ഥാപനങ്ങളിലേക്കുള്ള വഴിയടഞ്ഞു. മുകൾ പ്രദേശത്തെ വീടുകളും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. കാൽനട യാത്രക്കാർ ഇരുവശങ്ങളിലേക്ക് എത്തുവാനായി സാഹസിക യാത്ര നടത്തുകയാണ്. കൃത്യമായ വീക്ഷണമില്ലാതെ പ്രവൃത്തി നടത്തിയതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു. വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ജനാർദ്ദൻ ഹോസ്പിറ്റൽ, ബാങ്ക് റോഡ്, കാസർഗോഡ്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കാസർഗോഡ് നഗരത്തിൽ നിർമ്മാണം പൂർത്തിയാകാറായ മേൽപ്പാലത്തിന് സമാന്തരമായി സർവീസ് റോഡ് ഒരുക്കുവാനായി യാതൊരു മുന്നറിയിപ്പും നൽകാതെയാണ് 3 മീറ്റർ ആഴത്തിൽ കുഴിയെടുത്തത്. വ്യാപാര സമുച്ചയങ്ങളോട് ചേർന്ന് നേരത്തെയുണ്ടായ റോഡിന് മുകളിലായാണ് സർവീസ് റോഡിനായി കുഴിയെടുത്തത്. വാഹന ഗതാഗതത്തിനായി മറ്റ് വഴിയൊരുക്കിയിട്ടുണ്ടെങ്കിലും ഒരു ഭാഗത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും നിരവധി ഓഫീസുകളും മറ്റും പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളിലേക്കും ബാങ്കിലേക്കും മറ്റു കെട്ടിട സമുച്ചയങ്ങളിലേക്കുമുള്ള വഴി പൂർണ്ണമായും അടഞ്ഞിരിക്കുകയാണ്. കൂടാതെ മുകൾ ഭാഗത്തുള്ള കാസർഗോഡ് പ്രസ് ക്ലബ്ബ്, കാസർഗോഡ് കോപ്പറേറ്റീവ് ബാങ്ക്, ചാനലുകളടക്കം പ്രവർത്തിക്കുന്ന ഫ്ളാറ്റ്, വീടുകൾ എന്നിവയും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. കാൽനടയാത്രക്കാർ റോഡിൻ്റെ ഇരുവശങ്ങളിലേക്കും എത്തുവാനായി സാഹസിക യാത്ര നടത്തുകയാണ്. റോഡിൻ്റെ ഇരുവശങ്ങളിലേക്ക് എത്തുവാനായി സാഹസിക യാത്ര നടത്തേണ്ട അവസ്ഥയിലാണ് കാൽനട യാത്രക്കാർ. ദേശീയപാത വികസനം നമ്മുടെ കാസർഗോഡിന്റെ മുഖച്ഛായ തന്നെ മാറുന്നൊരു സംഭവമാണ്. നല്ല വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പക്ഷേ ഈ നമ്മുടെ റോഡ് സൗകര്യത്തിന്റെ സർവീസ് റോഡിന്റെ പണി കുറെ വഴിയത്. ഇപ്പം നമ്മുടെ ഈ പ്രദേശത്ത് നോക്കണം, നമുക്ക് നടന്നു പോകാൻ പോലും പറ്റുന്ന വ്യാപാര സ്ഥാപനങ്ങളുണ്ട്, പിന്നെ ബസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ബാങ്ക് ഉണ്ട്. അവിടത്തേക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. മഴ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി മഴയാണ്. മഴ കാരണം നടന്നു പോകാൻ പോലും പറ്റുന്നില്ല. ചളി നിറഞ്ഞ ഇതിലെ കൂടിയിട്ടാണ് നടന്നു പോകുന്നത്. അത്യാവശ്യം ഈ സൈഡിലെ കൂടി ഇതിലെ ചെറിയൊരു വഴി മാത്രമാണ്. കയറിപ്പോകാൻ പ്രായമുള്ളവർക്കൊന്നും പറ്റുന്നില്ല. അപ്പോൾ അതിന് പെട്ടെന്ന് തന്നെ ഒരു ബന്ധപ്പെട്ടവർ അതിന് അധികാരികൾ ബന്ധപ്പെട്ടുകൊണ്ട് എത്രയും പെട്ടെന്നൊരു പരിഹാരം കണ്ടെത്തണമെന്ന് പറയുക. നല്ല ബുദ്ധിമുട്ടാകുന്നുണ്ട്. പിന്നെ ഇന്ന് ശരിയാവും നാളെ ശരിയാവേണ്ടി കാത്തിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഇപ്പോൾ പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഒരുപാട് മണ്ണെടുക്കുന്നുണ്ട്. ഈ മണ്ണെടുക്കുന്ന ബുദ്ധിമുട്ട് വെച്ചാൽ അടുത്തുള്ള ബിൽഡിംഗ് വരെ തലയിൽ കൈ വെച്ചിട്ട് പോകേണ്ട അവസ്ഥയിലാണ്. ഇപ്പോൾ തലക്ക് ഇപ്പോൾ വീണ് പോകുന്നത് തോന്നില്ല. നാവിധത്തിലേക്കാണ് ഇപ്പോൾ മണ്ണെടുത്തിട്ട് കാണുന്നുള്ളത്. അതുകൊണ്ട് ഭയങ്കര പേടിയോടാണ് പോകുന്നത്. അധികം ആശ്രയിക്കുന്ന ഒരു ഏരിയയാണ്. കൂടുതൽ പുതിയ സ്റ്റാൻഡിൽ തന്നെയാണ് ഈ സംഭവം നടക്കുന്നുള്ളത്. അപ്പം ഇവര് കഴിവിന്റെ പരമാവധി പണി സ്പീഡാക്കുന്നുണ്ട്. അപ്പം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ കാസർഗോഡിന്റെ മുഖച്ഛായ തന്നെ മൊത്തത്തിൽ ഒരു ചാൻസ് ഉണ്ട്, കാണുന്നുണ്ട്. ഈ വയസ്സുകാരിലേക്ക് അഡ്ഡക്കെടുക്കണം, ബസ് സ്റ്റാൻഡിലേക്ക് പോകണമെങ്കിൽ, ഒരു ബാങ്കിലേക്ക് പോകണമെങ്കിൽ, എന്തിലേക്ക് പോകണമെങ്കിൽ ഈ അഡ്ഡക്കെടുക്കാൻ എന്ത് ചെയ്യാൻ ആയത്തെ ശരിയാക്കി കൊടുത്താൽ നമ്മൾ ആയുസിലെടുത്തോടെ ബർക്കും. അത്രയേ ഉള്ളൂ. വളരെ ബുദ്ധിമുട്ടാണ്. തൽക്കാലം എന്തെങ്കിലും സ്റ്റെപ്പ് എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ വലിയ ഉപകാരമായിരിക്കും. നമുക്ക് ഈ സാധനമൊക്കെ വീട്ടിൽ വേറെ പിള്ളേരൊന്നുമില്ല, നമ്മൾ തന്നെ വയസ്സായവർ തന്നെ വരേണ്ടതല്ലേ. അപ്പോൾ എന്തെങ്കിലും ഒരു ടെമ്പററി അറേഞ്ച്മെന്റ്സ് ചെയ്താൽ വളരെ സൗകര്യമായിരിക്കും. ഒരാഴ്ച മുൻപാണ് ഇവിടെ സർവീസ് റോഡിന്റെ പ്രവൃത്തി ആരംഭിച്ചത്. ശക്തമായ മഴയിൽ നിലച്ച പ്രവൃത്തി കഴിഞ്ഞ ദിവസമാണ് പുനരാരംഭിച്ചത്. വേഗത്തിൽ പണി തീർക്കുമെന്ന് കരാർ കമ്പനി അറിയിച്ചിട്ടുണ്ടെങ്കിലും പ്രവൃത്തി തീരുവാൻ 2 ആഴ്ചയെങ്കിലും എടുത്തേക്കും. നിലവിൽ കല്ലുകൾ ഉൾപ്പെടെ നിറച്ച് കുഴി നികത്തുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത്. കുഴി പകുതിയോളം നികത്തിയാണ് സർവീസ് റോഡ് നിർമ്മിക്കുക. ഇത്തരത്തിൽ തറ നിരപ്പിനും താഴെയായി റോഡ് യാഥാർത്ഥ്യമാകുമ്പോൾ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വാഹനങ്ങൾക്ക് വരുവാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാകുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. ദേശീയപാത നിർമ്മാണ പ്രവർത്തികൾ കാസർഗോഡിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്നതാണെങ്കിലും കൃത്യമായ വീക്ഷണമില്ലാതെ ചിലയിടങ്ങളിൽ നടക്കുന്ന പ്രവൃത്തി ജനങ്ങൾക്ക് വലിയ ദുരിതമാണ് വരുത്തിവയ്ക്കുന്നത്. ദേശീയപാത യാഥാർത്ഥ്യമാകുവാനുള്ള കാത്തിരിപ്പിലാണ് കാസർഗോഡ്. എന്നാൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത്. ഇക്കാര്യത്തിൽ അധികൃതർ ശ്രദ്ധ ചെലുത്തണമെന്ന ആവശ്യം ശക്തമാണ്. ക്യാമറാമാൻ ചേതൻ നായിക്കിനൊപ്പം ബൈജു രാവൺ, KCN ന്യൂസ്, കാസർഗോഡ്.